അപ്പൊ 50,000 രൂപ ഫൈൻ എനിക്ക് നെയ്യാറ്റിങ്കര എക്സൈസ് ഓഫീസിൽ നിന്ന് ഫൈൻ അടിച്ച് തന്നിട്ടുണ്ട്. 1-2 രൂപയല്ല 50,000 രൂപയാണ് എനിക്ക് ഫൈൻ ആയിട്ട് വന്നത്. ഇപ്പൊ അദാലത്തിലായതുകൊണ്ട് 25,000 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 25,000 കൊണ്ട് വന്നിരിക്കുകയാണ്. 2 വർഷം മുന്നെയാണ് ഒരു കള്ള് ഷാപ്പിന്റെ വീഡിയോ ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ ഒരു ഫൈൻ കിട്ടിയത്. കള്ള് ഷാപ്പിന്റെ വീഡിയോ ചെയ്തതിന്റെ ഭാഗമായി അൽഫുഡി സൂരജിന് 50,000 രൂപ ഫൈൻ അടിച്ചിരിക്കുകയാണ് എക്സൈസ്. അപ്പൊ ഇതോ കുട്ടനാടൻ കായലിലോട്ടൊക്കെ നമുക്ക് വരാം. കയ്യിലിരിക്കുന്നത് മദ്യപാനം അല്ലയോ? ആന്നു മദ്യപാനം. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, രേണുവിന്റെ ഒരു ഷോർട്ട് ഫിലിം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്തു. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കുൽസിതത്തിന്റെ മേളമായിരുന്നു. നമ്മളെ ത്രസിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന കുറെ അധികം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് രേണു സുധിയുടെ ആൽബവുമായിട്ട് ബന്ധപ്പെട്ട്. എന്തോ കള്ളും എന്തോ കുറച്ചൊക്കെ എന്തൊക്കെയാണ് ആൽബത്തിന്റെ പേര് എന്തെങ്കിലുമൊക്കെ ആട്ടെ. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അൽഫുഡി സൂരജിന്റെ വീഡിയോ നമുക്ക് ആദ്യം കാണാം, എന്നിട്ട് നമുക്ക് രേണുവിന്റെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഇതിന് ഇങ്ങനൊരു വകുപ്പുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പൊ ആദ്യം നമുക്ക് സൂരജിന്റെ ഇത് കാണാം. അപ്പൊ നമ്മളെ ആദ്യമായിട്ടാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹൈപ്പ് അടിച്ചിട്ട് ലൈക്ക് അടിച്ചിട്ട് ഷെയർ അടിച്ചിട്ടൊക്കെ കാണും നമുക്ക് സൂരജിന് പറയാനുള്ളത്. അപ്പൊ 50,000 രൂപ ഫൈൻ എനിക്ക് നെയ്യാറ്റിങ്കര എക്സൈസ് ഓഫീസിൽ നിന്ന് ഫൈൻ അടിച്ച് തന്നിട്ടുണ്ട്. 1-2 രൂപയല്ല 50,000 രൂപയാണ് എനിക്ക് ഫൈൻ ആയിട്ട് വന്നത്. ഇപ്പൊ അദാലത്തിലായതുകൊണ്ട് 25,000 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 25,000 കൊണ്ട് വന്നിരിക്കുകയാണ്. 2 വർഷം മുന്നെയാണ് ഒരു കള്ള് ഷാപ്പിന്റെ വീഡിയോ ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ ഒരു ഫൈൻ കിട്ടിയത്. ഞാൻ മാത്രമല്ല ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഒരുപാട് വ്ളോഗർമാര് കള്ള് ഷാപ്പിന്റെ വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് കള്ള് കുടിക്കുന്നതായിട്ടും കള്ള് ഷാപ്പാണെന്നും കള്ള് റോസപ്പേ, അത് നമ്മുടെ ജേഡിക്കിട്ടുള്ള പണിയാണല്ലോ കൊടുത്തേക്കുന്നത്. എന്റെ മല്ലു മറ്റേ ലാലേട്ടനെ പോലിരിക്കുന്ന പുള്ളിയുടെ പേര് മറന്നല്ലോ. പക്ഷേ പേര് വിട്ടുപോയി. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, പുള്ളിക്കിട്ടുള്ള പണിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ബോച്ചെ താങ്കളും പെടും. ണ്ട് മധുര കള്ളന്നും മുന്തിരി കള്ളന്നും ഇഞ്ചി കള്ളന്നും എല്ലാ കള്ളന്നും കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് പല ബ്ലോഗർമാരും വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ എക്സൈസ് എന്നുള്ള ആരും അധികാരപ്പെട്ട ആരും അതിനൊന്നും കേസ് എടുക്കുന്നില്ല. എന്നെ പിടിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇതേപോലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ 2-3 ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു അത് ആരെങ്കിലും കേസ് കൊടുത്താൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഒരാൾ പരാതി കൊടുത്താൽ ആരെങ്കിലും കേസ് കൊടുത്താലേ ഇതിനെതിരെയുള്ള ആക്ഷൻ വരത്തുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള മദ്യപാനവും മദ്യവുമായിട്ട് ബന്ധപ്പെട്ടതും ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ, ആരെങ്കിലും കേസ് കൊടുത്താൽ, പരാതിപ്പെട്ടാൽ അതിനെതിരെ നടപടി ഉണ്ടാവും. ആ പറഞ്ഞ സാധനം നിങ്ങൾ മറ്റേ മേളിൽ 2 ബ്രാക്കറ്റ് ഇടുമല്ലോ, അതിലിട്ട് വെച്ചോ, അതിലേക്ക് നമുക്ക് വരാം. മാത്രമേ ഇങ്ങനെ അവര് കേസ് എടുക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു വക്കീലിനെ വെച്ച് പൈസ മുടക്കിയിട്ടാണ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. കള്ളിന്റെ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ബാൻ ചെയ്യണം. ഒരാൾ പോലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കട്ട് ചെയ്യണം. ഇത് ഇഷ്ടമല്ല. ആയിരക്കണക്കിന് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വീഡിയോസ് കള്ളിനെ കുറിച്ചും കള്ള് ഷാപ്പിനെ കുറിച്ചും ഡീറ്റെയിൽഡ് വീഡിയോ കിടപ്പുണ്ട്. അത് മാത്രമല്ല പ്രമുഖരായിട്ടുള്ള വലിയ വലിയ ചാനലുകാർ വരെ ഇത് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കള്ള് കുടിക്കുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ എക്സൈസുകാർ ഇതൊന്നും ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല? എനിക്കെതിരെ മാത്രമാണ് കേസ് വന്നത്. ഡബിൾ ഡാഡിയുള്ള ഒരാൾ പരാതി കൊടുത്തുകൊണ്ട് മാത്രമാണ് എനിക്കെതിരെ കേസ് വന്നത്. എക്സൈസ് ആണെങ്കിലും ഏതാണെങ്കിലും ഇങ്ങനത്തെ ഒരു അല്ലെ, ഇതിനെ ഈ ഡബിൾ ഡാഡി എന്നൊന്നും വിളിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇങ്ങനൊരു സാധനം പ്രൊമോട്ട് ചെയ്തു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മുടെ മദ്യപാനം, പുകവലി, സിഗരറ്റ് ഇതിന്റെ ഒന്നും അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ വകുപ്പില്ല. അങ്ങനെ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്, ഇപ്പൊ ഒരു ലിക്കർ ബ്രാൻഡ് ഉണ്ട്, മദ്യത്തിന്റെ ഒരു ബ്രാൻഡ് ഉണ്ട്, അവർക്ക് അതിന്റെ പരസ്യം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവന്മാര് മറ്റ് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ കിങ് ഫിഷർ ആയാലും, നമുക്ക് കിങ് ഫിഷർ മറ്റേതുണ്ടെന്ന് അറിയാലോ, പക്ഷെ നമ്മൾ അറിയപ്പെടുന്ന ഏതാ? പ്ലെയിന്, മറ്റേ അങ്ങനത്തെ കുറെ സാധനങ്ങളിലാണ് ഈ സാധനം അറിയപ്പെടുന്നത്. മറ്റേ വെള്ളം, അതേപോലെ തന്നെ നമ്മൾ ഈ ഏത് നോക്കിയാലും അത് അവരെല്ലാം മറ്റെന്തെങ്കിലും ഒരു സാധനത്തിൽ അവരുടെ പേര് പ്രൊമോട്ട് ആക്കുകയും അതിലൂടെ നമ്മൾ ഒരു മദ്യശാലയിലേക്ക് കയറുമ്പോഴത്തേനും നമ്മൾക്കറിയാവുന്നില്ല മറ്റേ കമ്പനിയുടെ ബ്രാൻഡ് എന്ന് പറയുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അതൊന്നും പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള വകുപ്പില്ല. അതായത് ഇത് നിരോധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതുമില്ല. സോ അത് ശരിയല്ല. ഇനി ഈ പറയുന്ന സിനിമകളിലും മറ്റ് സംഭവങ്ങളിലും ഒക്കെ വരുമ്പോഴത്തേനും മദ്യപാനം, പുകവലി മുതലായ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുമ്പോഴേക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, സ്മോക്കിംഗ് കിൽസ്, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, ആൽക്കഹോൾ കൺസംപ്ഷൻ ഈസ് ഇൻജൂറിയസ് ടു, എന്തൊക്കെ പുല്ല് എഴുതി വരും. ആ സാമാനം എഴുതി വരണം. അതാ എഴുതി വരണമെന്നാണ് അതിന്റെ നിയമം. അത് സെൻസർ ബോർഡ് പ്രകാരം വരണം. അല്ലാതെ നമ്മുടെ നിയമപ്രകാരം അങ്ങനത്തെ ഒരു സാധനം നമ്മൾ ഒരു വാണിംഗ് കൊടുക്കണം എന്നാണ്. നമ്മൾ മേടിച്ച് വലിക്കുന്ന സിഗരറ്റിലും മേടിച്ച് കുടിക്കുന്ന മദ്യത്തിലും ഈ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഡേഞ്ചർ ആണെന്ന് ഞാൻ തന്നെ പറയുന്നു. വേണ്ടുന്നവര് മേടിച്ച് കുടിച്ചിട്ട് നീയൊക്കെ ചത്തോ. ഇതാണ് ഇതിന്റെ സെറ്റപ്പ്.
വരാൻ പാടില്ലെങ്കിൽ പാടില്ല തന്നെയാണ്. അത് എനിക്കെന്നല്ല ആർക്കും 25,000 എന്ന് പറയുന്നത് അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് ആരും ചുമ്മാ തന്ന പൈസയില്ല, എന്റെ അധ്വാനത്തിൽ നിന്ന് ഉണ്ടാക്കിയ പൈസയാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു കള്ളുഷാപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുള്ളത്. 2024 ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. ഈ കള്ളുഷാപ്പിന്റെ വീഡിയോ ഇട്ടപ്പോൾ തേ ദിവസം തന്നെ എനിക്ക് ഇവിടെ നിന്ന് നെയ്യാറ്റിങ്കര എക്സൈസിൽ കോൾ വന്നതാണ്. സൂരജിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂരജ് ഇവിടെ വന്നാൽ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ എക്സൈസ് ഓഫീസിൽ വന്നു, എന്നെ അറസ്റ്റ് ചെയ്തു, അവിടെ ഇരുത്തി. അത് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഈ കള്ളിന്റെ മദ്യത്തിന്റെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ സൂരജ് ഇങ്ങനെ ഒരാൾ പരാതി കൊടുത്തിട്ടാണ്, പരാതി കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു കേസ് സൂരജിന് വന്നത്, അല്ലാണ്ട് നമ്മൾ സ്വമേധയെന്ന് നമ്മൾ കേസ് എടുക്കാറില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. കോടതിയിലോട്ട് അത് വിട്ടു. ഇപ്പൊ അത് ഫൈനായിട്ട് വന്നിട്ടുണ്ട്. 2 ദിവസം ഓക്കെ, ഒരാൾ കേസ് കൊടുത്തു. അപ്പൊ അറസ്റ്റ് ആകാൻ തക്ക വ്യാപ്തിയുള്ളൊരു വകുപ്പാണത്. ഇനി നമുക്ക് പോകുമ്പോഴത്തേനും കുറച്ച് നാളുകൾക്ക് മുമ്പ് രേണുസുതി സോഷ്യൽ മീഡിയയിൽ വളരെയധികം വെറുപ്പിച്ച രേണുസുതിയുടെ സാധനം ഉണ്ടായിരുന്നു. കള്ളുഷാപ്പിൽ കിടന്ന് കുട്ടനട്ടം കയ്യിലില്ല കെട്ട് വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടട്ടെ രേണുസുതിയെ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇതിനകത്ത് രേണുവിനെ ദാസേട്ടൻ പൊക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു, അവൻ എടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു, ഇവൻ എടുക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു, ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മദ്യശാലയെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ആ കള്ളുഷാപ്പിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന പോലെയാണ് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതിന്റെ ഒരു ചെറിയ ശകലം കാണാം. എല്ലാ എണ്ണത്തിന്റെ കയ്യിലിരിക്കുന്നത് മദ്യമാണ്. നിങ്ങൾ ആ കടയുടെ ഒരു ആംബിയൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പലയിടത്തായിട്ട് ഈ പറയുന്ന സാധനത്തിന്റെ പേര് മെൻഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു മദ്യശാലയാണെന്നും അവിടെ മദ്യം വിൽക്കുമെന്നും അവിടെ മദ്യത്തിന്റെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെതിരെ രേണുവിനെതിരെ ഒരു ഇൻഡാസ് കൊടുക്കണമെന്നാണ് എന്റെ ഈ സാധനം. ഇനി ഈ സാധനം ഷൂട്ട് ചെയ്തത് ഒരു ആൽബത്തിന് വേണ്ടിയിട്ടാണ്. എന്റെയൊക്കെ ചെറുപ്പത്തിലടെ നമുക്കൊരു ആൽബം എന്ന് പറഞ്ഞാൽ മറ്റേ ഫ്രാങ്കോ അവരിവരൊക്കെ ചെയ്യുന്ന ആൽബങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മറ്റേ ആ സാധനം സുന്ദരിയേ വാ പെണ്ണില്ല ബേവാ, പാടി ഉറപ്പിക്കുന്നില്ല, ഇമാതിരി നമുക്ക് വളരെ കുളിർമ തരുന്ന, നമുക്ക് വളരെ ഫീൽ ഗുഡ് ആയിട്ട് തോന്നുന്ന ആൽബങ്ങളാണ് അന്ന് വന്നിരുന്നത്. ഇന്നത്തെ ആൽബങ്ങളൊക്കെ ശിവനെ ഇതെന്തൊരു യൂണിവേഴ്സ് എന്ന് അറിയത്തില്ല. രേണു കുറെ ഇമാതിരി അപരാധങ്ങള്, വയറ് കാണിക്കുന്നു, കുപ്പി എടുക്കുന്നു, തലകുത്തി നിൽക്കുന്നു, രേണുവിനെ എറിഞ്ഞു കളിക്കുന്നു, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. അപ്പുറത്ത് ശ്രീലക്ഷ്മി ബോണക്കാട് വന്നിട്ട് ഇതിവിടെ എല്ലാം, ബോണക്കാട് അവരുടെ പേരെന്തോന്ന്, അവര് വന്നിട്ട് ഇതിവിടെ എല്ലാം കാണിച്ചോണ്ട് വെള്ളം പെറുക്കി എറിയുന്നു, തലയും കുത്തി നിൽക്കുന്നു. ഇത് തന്നെ അതിന്റെ ഇടയിൽ മറ്റേ എന്താണ്ട് ഒരു ഏട്ടായോ ലവൻ വന്നിട്ട് വേറെ ഏത് പെണ്ണിനെ കണ്ടാലും പിടിച്ച് ഉമ്മ വെച്ചോണ്ട് കുറെ സാധനങ്ങൾ. അങ്ങനെ അത് ആൽബം. പിന്നെ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ അലൻ ജോസ് പെരയുടെ കുറെ അവിഞ്ഞ സാധനങ്ങൾ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ആൽബം എന്ന് പറയുന്നത്. ഇവന്മാർ ഈ ഇൻഡസ്ട്രി അങ്ങ് നശിപ്പിച്ച്. ഇത് ശരിക്കും തുടങ്ങി വെച്ചത് അലൻ ജോസ് പെരേരയാണ്. നമുക്ക് ബാക്ക് ടു രേണുവിന്റെ ആൽബത്തിലേക്ക് വരാം. രേണുവിന്റെ ആൽബത്തിലേക്ക് വരുമ്പോഴത്തേനും പല ആൾക്കാരും ചോദിച്ചു ഇതെന്താണ് ഈ സംഭവം, ഇതെന്തരാണ് ഈ സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേനും രേണു അതിന് കൃത്യമായി ഉത്തരം നൽകി. രേണു നൽകിയ ഉത്തരം എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടർ ഉത്തരം നൽകി. ഡയറക്ടർ നൽകിയ ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ നമുക്ക് നിർബന്ധിച്ചൊന്നും ചെയ്യിക്കാൻ പറ്റില്ല, ഇതൊന്നും ആൽബത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല, നമുക്ക് വിശ്വസിക്കാം. കാരണം ആൽബത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കുട്ടനട്ടം കയ്യല്ലില്ലേ കെട്ട് വെള്ളം തുഴി ആ പാട്ട് ഇടാൻ പറ്റത്തില്ല. അത് ഇവരുടെ സ്വന്തം സാധനങ്ങൾ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ പാട്ട് വരാൻ പറ്റില്ല. സോ ഇവരിത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഷൂട്ട് ചെയ്തതാണ്. നമുക്ക് ഡയറക്ടർ പറയുന്നൊന്ന് കേൾക്കാം. വർക്ക് ചെയ്യാൻ വിളിച്ചു എന്ന ബേസിൽ എനിക്ക് അവരെ എന്റെ അടിമയാക്കി നിർത്താൻ പറ്റില്ല. നമുക്ക് അവരുടെ അടിമയാകാൻ പറ്റുമോ? ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞാൽ ഞാൻ പറയാട്ടോ. എന്റെ ലൊക്കേഷൻ ആ ഷാപ്പ് പാക്കപ്പ് ആയ സമയത്താണ് ആ വീഡിയോ എടുത്തേക്കുന്നത്. ഷാപ്പ് പാക്കപ്പ് ആയ സമയത്ത് ആ വീഡിയോ എടുത്തേക്കുന്നത് ഏതാ? ഈ കുട്ടനാടങ്ങായില്ലേ കൊച്ചവെള്ളം പോഴയുമ്പോ പാട്ടൊന്നും പാട്ട്, ആ പാട്ട് പാക്കപ്പ് ആയതിനു ശേഷമാണ് എടുത്തേക്കുന്നത്. സോ ഓൾറെഡി ഇവരുടെ വീഡിയോയില് ഇവര് ഈ ഷാപ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവരുടെ വീഡിയോയുടെ താഴെ ഇവര് മദ്യപാനം ഹാനികരം എഴുതി വെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലൊക്കേഷൻ ഒരു റീൽസ് ആയിരുന്നു അത്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇപ്പൊ രേണുസുദിനൊക്കെ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ വെച്ചിട്ട്. ഒരുപാട് സെക്സ് കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ ചിന്തിച്ച് കാണുന്നവർക്കല്ലേ അത് എങ്ങനെ നിങ്ങൾ തന്നെ ഇതിനു മുമ്പിറക്കിയ ആൽബത്തിന്റെ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ രേണുവിന്റെ എന്ന് പറഞ്ഞിട്ട് ബെഡി പിടിച്ച് രേണുവിനെ കിടത്തിട്ട് ദാസേട്ടനെ അതിന്റെ കൂടെ എടുത്തിട്ട് ദാസേട്ടനെ കൊണ്ട് ഇങ്ങനെ അകച്ചിട്ട് വീഡിയോ എടുത്ത് പ്രൊമോട്ട് ചെയ്ത നിങ്ങൾ പറയുന്നു അത് സെക്സ് വീഡിയോ ആണ്, നിങ്ങൾക്ക് കാണുന്നതിന്റെ പ്രശ്നമാണ്. നല്ലയാ. അതായത് ഇവര് പറയുന്നത് എനിക്കതുകൊണ്ട് ആരുടെയും അടിമയാക്കി നിർത്താൻ പറ്റില്ല, അവര് സ്വന്തമായിട്ട് ചിത്രീകരിച്ച റീൽസ് ആണെന്നുള്ള രീതിയിലാണ് ഇവരിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോ ഇനി ബാക്ക് ടു നമ്മുടെ രേണുവിന്റെ ഒരു സാധനത്തിലേക്ക് ഞാൻ കാണിക്കാം. ഇപ്പൊ നമ്മൾ ഈ ആൽബം പറഞ്ഞല്ലോ, ഈ ആൽബത്തിന്റെ സമയത്ത് നമ്മൾ ആരുടെ അടിമയൊന്നുമല്ല, നമുക്ക് ആരെയും അടിമയാക്കി വെക്കാനും പറ്റത്തില്ല. പക്ഷെ ആ സാധനം ഷൂട്ട് ചെയ്തപ്പോ അതും ഡയറക്ട് ചെയ്ത് ഞാനാ, ആ റീലും ഡയറക്ട് ചെയ്ത് ഞാനാ.
ഞാൻ ഒരു ശകലം കേൾപ്പിക്കാം. ഇത് സ്ട്രൈക്ക് അടിക്കുമെന്ന് എനിക്കറിയത്തില്ല, സ്ട്രൈക്ക് അടിച്ചാലും ഞാൻ കേൾപ്പിക്കാം. ഇതിനകത്ത് ഈ കേട്ടോണം, ഈ ലച്ചു ഉണ്ടല്ലോ, ലച്ചു ആണെന്ന് ഡയറക്ടറിന്റെ പേര്, ലച്ചുവിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ദാസേട്ട ഓട് ദാസേട്ട, ചോട് ദാസേട്ട, തലകുത്തി നിക്കു ദാസേട്ട, എടാ അക്ഷയ് കൊടുക്കണം അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ സാധനം നമുക്ക് കേൾക്കാം. അവര് തന്നെയല്ലേ ഇവിടെ അമറിക്കൊണ്ടിരിക്കുന്നത്. അതെ, അവർ തന്നെയാണ് അമറിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ചെറിയ ഭാഗം കൂടെ നമുക്ക് കാണാം. ഓക്കെ, ഓക്കെ, ഇതൊരു കറക്റ്റ് മദ്യശാല തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ കേൾക്കുന്ന അതേ സൗണ്ടാണ് ഇവര് മറ്റേ ഇട മേടോ പിടിക്കട കെട്ടണം തലങ്കുത്ത് നിൽക്കണം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത്. സോ ലച്ചുവിന്റെ അറിവോട് കൂടിയാണ് അത് ചെയ്തത്. ഒന്നെങ്കിൽ ലച്ചു അവരുടെ അടിമയാണ്, ഇല്ലെങ്കിൽ അവര് ലച്ചുവിന്റെ അടിമയാണ്. എന്തൊരു ഒരു അടിമയാണ്, അങ്ങനെയാണല്ലോ ഇവരിപ്പോ പറഞ്ഞു വെച്ചത്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ സോഷ്യൽ മീഡിയകളിലും അല്ലെങ്കിൽ സിനിമകളിലും ഒന്നും ഈ ബാറ്, മദ്യപാനം, പുകവലി ഇമാതിരി സാധനങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല. അങ്ങനെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള സാധനം താഴെ ഇങ്ങനെ എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകളും കാര്യങ്ങളും കൂട്ടങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്യുവർലി ഇവര് അന്നത്തെ ഒരു ദിവസം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടും രേണുവിന്റെ അഡൽട്സ് ഓൺലി വീഡിയോസും, അങ്ങനെ തന്നെ പറയുന്നത് തെറ്റില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അമ്മാതിരി കുൽസിത സാധനങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ മദ്യപനും, അതും അഡൽട്സ് ഓൺലി ആണല്ലോ, മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന പോലത്തെ സാധനങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഇത് എവിടെയാണ് എന്തിനാണെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇതാണ് രേണുവും എല്ലാവരും കൂടെ നടന്നു പോകുന്നു. ഇതിന്റെ പുറകില് നിതിൻ സ്കാറ്റേഴ്സ് എന്നും പറഞ്ഞിട്ട് ആണ് കാണിക്കുന്നത്. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് സൂം ചെയ്തിട്ട് എനിക്ക് എവിടെ നിന്ന് കിട്ടുന്നില്ല. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേനും കാണാൻ സാധിച്ചത് ഈ സാധനം ഇതാണ്ട്, നിതിൻ സ്കാറ്റേഴ്സ്, എ ബിസിനസ് ലൊക്കേറ്റഡ് ഇൻ ചോയ്ക്കാട്, കൊല്ലം, കേരള, ഓഫറിംഗ് ബോത്ത് വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ കാറ്ററിംഗ് സർവീസസ്. ചോയ്ക്കാട്, ചാത്തന്നൂര് കൊല്ലം ജില്ലയിലാണെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയാൻ പാടില്ല. അപ്പൊ നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഷാപ്പ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് മറ്റേ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ആയിട്ടോ ചെയ്യണം. അപ്പോ രേണുവിനെതിരെ ആരെങ്കിലും ഈ ഷാപ്പിനെ ഇവര് പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പണിപാളാനുള്ള സാധ്യത ഉണ്ടല്ലേ. ഇതാണ്ട വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇവിടെ എല്ലാം കാണിക്കാം. ഇവർ ഈ പക്ക ഈ ഒരു മദ്യശാലയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് പല സാധനങ്ങളും പ്രൊമോട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതപ്പോ ഇപ്പോഴും മാറിയും തിരിഞ്ഞ് നമ്മൾ രേണുവിന്റെ ഒക്കെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രേണുവിന്റെ ഈ ഒരു സമയത്തുണ്ടായിരുന്ന വീഡിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിരന്തരമായിട്ട് കാണാൻ സാധിക്കും ഈ മദ്യശാലയും ഇതിന്റെ ആ ഒരു സ്ഥലങ്ങളും ഒക്കെയാണ് മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ തുടങ്ങി സമ്പാദിച്ചു കൂട്ടിയ രേണുവിന് 50,000 25,000 ഒക്കെ കൊടുക്കാനുള്ള വകുപ്പുണ്ടാവും. ഒരു കേസ് വരുന്നുണ്ടെന്നാട്ടോ ഞാൻ അറിഞ്ഞത്. ഒരു കേസ് വരുന്നുണ്ട്, ഒരാൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എത്രയും പെട്ടെന്ന് രേണുവിന് അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അയാളത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് റിലീസ് ചെയ്യാം. അത് ആരാ ചെയ്തെന്നുള്ളത് ഇപ്പോൾ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ പരിപാടി ഇരുന്നോട്ടെ. അപ്പൊ രേണു അടിച്ച് പൊളിക്ക്, തകർത്ത് തിമിർക്ക്. സബ്സ്ക്രിപ്ഷൻ കൂടെ ഉണ്ടാക്കി പൈസ എന്റെ 159 രൂപ ഉൾപ്പെടെ എല്ലാം വെറുതെ പോലീസിൽ കൊടുക്കാൻ വിട്ട്. ഇത് ബേസിക്കലി രേണുവിനായിരിക്കില്ല പണി കിട്ടുന്നത്. ഈ സാധനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ചാനലുകൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഷൂട്ട് ചെയ്ത ഡയറക്ടറിന് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഡയറക്ടർ ഈ ആൽബം ഇറക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ താഴെ മദ്യപാനമായിരിക്കും ഹാനികരം, പുകവലി ശിക്ഷാർഹം, അർഹം ആ സാധനമൊക്കെ എഴുതി വെക്കണം. എനിക്ക് ആ സാധനം കറക്റ്റായിട്ട് അറിയത്തില്ല, അതൊക്കെ എഴുതി വെക്കണമെന്ന് താഴ്മയായിട്ട് നമ്മൾ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പൊ രേണുവിന് എത്രയും പെട്ടെന്ന് കിട്ടുന്ന അടുത്ത കേസുമായിട്ട് നമ്മൾ വരാം. ബിഷപ്പിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കല്ലേ, അടുത്ത സെറ്റ് ചെയ്ത് തരാം. അപ്പൊ മറ്റൊരു കാണുന്നവരെ.